നിസ്വയ്ക്ക് എവിടെ പോവാ റൂത്ത? നിസ്വയ്ക്ക് പോവാണോ? ആരെ കാണാനാ പോണേ? ആരെ കാണാനാ പോണേ? അവിടെ ആരോ ഉള്ളേ? നിസ്വയ്ക്ക് പോകുന്നതെന്ന് മനസ്സിലായി. ആരെ കാണാനാ പോണേ? ഈസുകുട്ടി ഉണ്ടോ? ആരോ ഉള്ളേ? ഈശുട്ടി ഉണ്ട്. പിന്നെ ആരോ ഉള്ളേ? മാളുവമ്മ. പിന്നെ ആരോ ഉള്ളേ? സോനി ചാച്ചൻ. പിന്നെ ആരോ ഉള്ളേ? നമ്മളാ ബേബിന്റെ അടുത്ത് പോവല്ലേ? അയ്യോടാ, ഞാൻ ആ കുരുത്തോല എടുക്കാൻ മറന്നു ചോദിച്ചു അവർക്ക്. എന്തൊരു കഷ്ടമാണ്. ഹലോ. അപ്പൊ ഞങ്ങളെല്ലാവരും ഇവിടെ മസ്കറ്റിൽ നിന്ന് നമ്മുടെ നിസ്വയിലേക്ക് പോവാണ്. എത്ര ദൂരമുണ്ട് നിസ്വയ്ക്ക്? 160 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഇവിടെ നിന്നൊരു 6 മണിയൊക്കെ ആയി പോകാൻ നിർത്തുക. കാരണം ഇന്ന് പെസഹവഴല്ല, ഓശാന തിരുനാളിന്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ പേരിൽ ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയി പോകാനായിട്ട്. അപ്പൊ നിസ്വയിൽ ഞങ്ങളുടെ അനീത്തി അനിയനും കൊച്ചൊക്കെ ഉണ്ട്. അനീത്തി പ്രഗ്നന്റ് ആണ്, 2ാമത്. അപ്പൊ അവർ നാട്ടിൽ നിന്ന് ഇപ്പൊ പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം നാട്ടിൽ നിന്ന് അവരൊരു ചക്ക കൊണ്ടുവന്നായിരുന്നു. അപ്പം വീട്ടിൽ നിന്നാണെങ്കിൽ അപ്പനും അമ്മയും ചക്ക പ്ലാത്തിൽ നിന്ന് കയറിട്ട് ഇറക്കി. കാരണം അത് താഴേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചീയോന്ന് പേടിച്ചിട്ട് ചക്ക കയറിട്ട് ഇറക്കി അത് കൊടുത്തു വിട്ടു. അത് പഴുത്തിട്ടില്ലായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു ടെൻഷൻ, അവർ നിസ്വയിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ ഫ്രണ്ട്സൊക്കെ കൂടി ചക്കപ്പഴം തിന്നു തീർക്കുമെന്ന്. അന്ന് പറഞ്ഞാൽ ചെറിയൊരു സ്വാർത്ഥത എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവാസികൾക്കൊക്കെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നൊരു സാധനം അത് വാങ്ങിച്ചു വെച്ചിട്ട് ഞങ്ങൾ വിചാരിച്ചു ഒരാഴ്ച എടുക്കുമായിരിക്കും പഴുക്കായെന്ന്. പക്ഷെ ഇവിടുത്തെ ചൂട് കാരണമൊക്കെ ആയിരിക്കും അവർ പോയതിന്റെ പിറ്റേ ദിവസം തന്നെ മണം വരാൻ തുടങ്ങി ചക്ക പഴുത്തതിന്റെ. അപ്പൊ അത് ഞങ്ങൾക്ക് ഇവിടെ വെച്ച് മുറിക്കാൻ വയ്യാത്തൊരു സാഹചര്യമായി. അങ്ങനെ ചക്ക ഡിക്കിയിലുണ്ട്. ചക്ക കൊണ്ട് നിസ്വയ്ക്ക് പോകുന്ന ഒരു വഴിയാണ്. അപ്പൊ പോകുന്ന വഴിക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ ഭയങ്കര രസമുള്ള കാഴ്ചകളൊക്കെയാണ്. പക്ഷെ ഹൈവേ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി കാഴ്ചകൾ കാണാനൊന്നും ഇല്ലെങ്കിലും കുറച്ച് മരുഭൂമിയൊക്കെ കാണാനുണ്ട്. അപ്പൊ ആ കാഴ്ചകളൊക്കെ കണ്ടങ്ങ് പോകാം. ഓക്കെ, ഞങ്ങള് നിസ്വയിലേക്ക് പോവാണ്. ഒരാളും കൂടി ഉണ്ട്, പുറകിൽ കിടന്ന് ഉറങ്ങുവാണ് ക്ഷീണം കാരണം. പിന്നെ ആളിവിടെ ഇരിക്കാൻ ഒട്ടും അലോടല്ല. ആളിങ്ങനെ ഇപ്പൊ ചുമ്മാ കയറി ഇരിക്കണമെന്നുള്ളൂ. റൂത്തിനെ പോലീസ് പിടിച്ചോണ്ട് പോട്ടെ കേട്ടോ. പൊക്കെ പോലീസിന്റെ കൂടെ പോകാം, അമ്മ വരില്ല. അപ്പം ഇവിടുന്ന് ഏതാണ്ട് നമുക്ക് 160 കിലോമീറ്റർ ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഹൈവേയിൽ കയറി, ഹൈവേ കാണിച്ചു.
നിസ്വയിലെത്തിയിട്ടോ. നിസ്വയിലെത്തിയിട്ട് എന്തോ ഉണ്ടാക്കി വെച്ചേക്കണമെന്നാ. അപ്പോൾ മീൻകറി എനിക്ക് നൊയമ്പാണ്. ചോറുണ്ട്. ചോറ് അറിയാതെ എന്തോ ഉണ്ടാക്കിയതെന്ന്. പിന്നെ വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലേ. സാധാരണ ഞാനിവിടെ വന്നാലും ഇവരവിടെ വന്നാലും കുക്കിംഗ് എല്ലാം എൻ്റെ വഴി തന്നെയാണ്. മാങ്ങ മപ്പാസ് ഉണ്ടാക്കി വയ്ക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷേ അതൊന്നും കാണാനില്ല. ഇനി എവിടെയാണെന്ന് അറിയത്തില്ല. അതൊക്കെ തപ്പിപ്പിടിക്കേണ്ടിയിരിക്കുന്നു. ഫ്രിഡ്ജിലെന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. ഞങ്ങളങ്ങനെ ഞങ്ങളുടെ അനിയത്തിയുടെ അടുത്തെത്തി. അനിയത്തിനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചായ കുടിക്കാൻ ഭയങ്കര ക്ഷീണം. ചായ കുടിക്കാത്തതുകൊണ്ട് ചായ പാതി വെച്ചിട്ട് അവൾ എസ്കേപ്പായെന്നാണ് തോന്നുന്നത്. ഈസുക്കുട്ടീനെ കാണിച്ചല്ലോ. ഈസുക്കുട്ടീനെ കാണിക്കട്ടെ. ഞങ്ങളുടെ ഇതാണ്ട ഞങ്ങളുടെ ഈസക്കുട്ടീനെ കാണിച്ചു തരാമേ. ആ ഇതാണ് ഞങ്ങളുടെ ഈസക്കുട്ടി. ഇശുവേ ചിരിച്ച്. ഈസക്കുട്ടി ഉറങ്ങി എണീറ്റേക്കണേൻ്റെ ഒരു മൂഡ് ഓഫാണ് ഈസക്കുട്ടിക്ക്. ഇല്ലില്ല, ചായ വെച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പിള്ളേരൊക്കെ വന്നു. ഇവിടെ ഭയങ്കര കളിയും ബഹളമൊക്കെ ആയി. ഇവർ വന്നു കഴിഞ്ഞാൽ പിന്നെ യാതൊരു നിവൃത്തിയില്ല. ബഹളമാണ്. രണ്ടുപേരും ഇസുവിനെ നോക്കിക്കേ. ഇസുവിന് സങ്കടമാകുന്നു നിങ്ങൾ നോക്കാത്തോണ്ട്. കളിപ്പിച്ചേ. മതി മൊത്തേ. സൂപ്പറായി. ഇവിടെ നിസ്വയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ സുഹൃത്തുക്കളാണ് കേട്ടോ. ഇവിടെ ഇതാരും ഞങ്ങൾ ബ്ലഡ് റിലേറ്റഡ് അല്ല. ഇവിടെ വന്നിട്ട് ഞങ്ങൾ പരിചയപ്പെട്ട ആളുകളാണ്. എല്ലാ പ്രവാസികളെ പോലെ തന്നെയും അവരുടെ പല ആവശ്യങ്ങൾക്കുള്ളതും അവരുടെ കൂട്ടുകാരാരും അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ആവശ്യത്തോട് ചേർന്ന് നിൽക്കുന്നവരാരും നമ്മുടെ സ്വന്തപ്പെട്ടവരോ ബന്ധപ്പെട്ടവരോ ഒന്നും ആയിരിക്കത്തില്ല. ഇങ്ങനെ ഇവിടെ വന്ന് പരിചയപ്പെടുന്നവരാണ് നമ്മുടെ ബന്ധുക്കളും സ്വന്തപ്പെട്ടവരല്ല. എല്ലാ ആവശ്യങ്ങളിലും അങ്ങനെയാണ്. അപ്പോൾ ഇവരുടെ വില്ലയുടെ മുമ്പിൽ കുറേ നാളായിട്ട് ഒരു ലൈറ്റ് പോയി കിടക്കുമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും അവിടെ ഒന്ന് ഇരിക്കണമെങ്കിലും കൊണ്ടുവന്ന് ചക്ക മുറിക്കണമെങ്കിൽ ലൈറ്റ് വേണം. അങ്ങനെ കുറേ നേരത്തെ എഫേർട്ടിന് ശേഷം കൂടെയുള്ള ഇലക്ട്രീഷ്യന്മാരും എല്ലാവരും കൂടെയും ചേർന്ന് ഞങ്ങൾക്ക് അവിടെ ഒരു ലൈറ്റ് സെറ്റാക്കി തന്നു. അതങ്ങനെ സക്സസ്ഫുള്ളി ലൈറ്റ് തെളിഞ്ഞു. പിന്നെ ഈ ആണുങ്ങളെ ഒന്നും പെട്ടെന്ന് കാണുവാനില്ലാതെയായി. 1-2 പേരൊഴികെ ബാക്കി ആരെയും കാണുവാനില്ല. കുറേ നേരം അതിക്കിടെയൊക്കെ നിന്നു. ഞങ്ങൾ ചക്കയും വെച്ചുകൊണ്ട് അവിടെ കുറേ നേരമായിട്ടും ചക്ക മുറിക്കാൻ ശങ്കറും എൻ്റെ അനിയനും അല്ലാതെ വേറെ ആരുമില്ല. അവരൊക്കെ കുറേ നേരം വിളിച്ചു. അവരൊന്നും ഞങ്ങൾ വെയിറ്റ് ചെയ്തില്ല. ചക്ക മുറിച്ചു. ചക്ക മുറിക്കുന്ന ഒരു ഇതിപ്പോൾ കേക്ക് മുറിക്കുന്ന അവസ്ഥയായി. ചക്ക മുറിക്കാൻ അമ്മച്ചി അത് പഴുത്തോ ദൈവമേ പഴുത്ത്. പക്ഷെ അവരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവരെവിടെ പോയോ? പഴുത്തോ? കൂഴിച്ചക്കയാണോ? എങ്ങനെയുണ്ട്? വരിക്ക പഴുത്തോ? പഴമുണ്ടോ? അല്ല മധുരമുണ്ടോ? പാവം അമ്മച്ചിയെ. ഞാൻ സഹായിക്കണോ അമ്മച്ചി?
എടാ എങ്ങനെയുണ്ടോ മധുരം ഉണ്ടോടാ എന്തായാലും ഒന്ന് തരാമോ നരക്കിളെ എടാ ഒരു പീസ് പേപ്പർ എടുത്തു കൊടുത്തേ മുളഞ്ഞീൻ എന്റെ ദൈവമേ ആരെയും നിനക്ക് നാണമില്ലടിയാ കുഞ്ഞു കൊച്ചിന്റെ അടുത്ത് വഴക്കുണ്ടാക്കാൻ എടി ആര്യ ഒരു ചക്കപ്പഴം എനിക്ക് തന്നേര് കണ്ണ് കിട്ടാതെ അത് മതി ഇതൊക്കെ ഞവണിയൊക്കെ ഞങ്ങൾ ഞങ്ങളാ മാളു ഇത് എവിടെ നിന്ന് പ്ലാവായതാ നമ്മുടെ വീട്ടിലാ നിങ്ങൾ കഴിക്കും കഴിക്കുന്നല്ലേ എന്റെ സന്തോഷം കഴിക്കാം അങ്ങനെ പ്രവാസികളായ ഞങ്ങളുടെ ഒരു ചക്കയ്ക്കുള്ള അത്യാഗ്രഹം കേട്ടോ കണ്ടത്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് കുറേ നേരമൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ പിരിഞ്ഞു ഉറങ്ങി.